എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബിലാണ്. ഞാനിപ്പോൾ ആ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങി. കാരണം രാവിലെ ഭയങ്കര മഴയും കാര്യങ്ങളായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേണ്ട. നമ്മൾ കിടന്ന റൂമാണ്ടാ. ഞാൻ അടിയിൽ കിടന്ന, ഇവിടെ വേറെ ഒരാളും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ആൾ വന്നിട്ട് കിടന്നില്ല, ആൾ പോയി. സാധനം ആളുടെ തലപ്പാവ് വെച്ചിട്ടാണ് പോയത്. ഇവിടെ വർക്ക് ചെയ്യണ സ്റ്റാഫാണ് കേട്ടോ. അപ്പോൾ ഇവിടെ AC ഉണ്ട് കേട്ടോ. AC റൂമാണേ. നമുക്കിത് ഫ്രീ ആയിട്ട് തന്നതാണ് അവർ താമസിച്ചോളാൻ പറഞ്ഞ്. പിന്നെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ റൂമാണ് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കങ്ങനെ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടാ. എനിക്ക് തോന്നുന്നു ഈ തണുത്തോളം കുറേ കുടിച്ചിട്ടാന്ന് തോന്നുന്നു തൊണ്ടയ്ക്ക് ചെറിയൊരു പണി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങാൻ പോണെയാണ്. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്നേ ഫുഡിൻ്റെ സെറ്റായെന്ന് ചോദിച്ചു നോക്കണം. അപ്പോൾ ലങ്കർ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഫുഡ് ആയാന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ച്. ഇപ്പം തന്നെ ഏകദേശം 7 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ആയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ കഴിക്കാണ്ട് നമുക്ക് പോയിട്ട് വേറെ എവിടെയെന്നെങ്കിലും പോകണമെങ്കിൽ കഴിക്കാം. രാവിലെ തന്നെ നല്ല മഴയും കാര്യങ്ങളാണ്. ഞാൻ ഏകദേശം ഒരു 4:45 ഇപ്പോൾ എണീച്ച് നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങാടാ പോകണ്ട, അവിടെയാണ് ലങ്കറുള്ളത്. അപ്പോൾ അങ്ങാട് പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാലാന്ന് വെച്ചു. കാരണം മഴ ഒന്നും കൂടെ അറിയിട്ടൊന്നും ഇറങ്ങാലാന്ന് വിചാരിച്ചിരിക്കണേ. അല്ലെങ്കിൽ മഴ മാറിയില്ലെങ്കിൽ റെയിൻ കോട്ട് ഇട്ട് ഇറങ്ങാലാന്ന് വിചാരിച്ചിരിക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിലേക്ക് കയറുന്ന എൻട്രൻസ് ആണിത്. ഗുരുദ്വാറിൻ്റെ പേരാണ് മഞ്ജി സാഹിബ്. നമ്മൾ ആ ഹൈവേ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് എടുത്ത് സർവീസ് റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. അവിടെ ഉണ്ടാ ലങ്കർ കൊടുക്കണത്. പക്ഷെ ആരെയും കണ്ടില്ല. അവിടെ ഒരാൾ പാത്രമൊക്കെ ഇട്ട് പോകുന്നുണ്ട്. പോയി നോക്കാം. ഇതാണ് കേട്ടോ ഗുരുദ്വാര. ഇതാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാ. ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങനെയാണ്. ചപ്പാത്തി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ പരിപ്പ് കറി ഉണ്ട്, പിന്നെ ചായയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുടിച്ചിറങ്ങി ഇനിയിപ്പോൾ ആ റൂമിലേക്ക് പോകണേ കേട്ടോ. നല്ല മഴ വന്നുണ്ട്. കാരണം ഇപ്പോൾ പൊടിമഴയാണ് കേട്ടോ ഉള്ളത്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഇപ്പം എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ പോണേ കേട്ടോ ഗുരുദ്വാരയിൽ. കാരണം ഭയങ്കര മഴയായിരുന്നു രാവിലെ തൊട്ട്. ഇപ്പം ഏകദേശം 9:30 ആണല്ലേ. ഇപ്പോൾ കാലാവസ്ഥ ഇതാണ് അവസ്ഥ. മഴ ഇപ്പം ഒന്ന് ഒതുങ്ങി കേട്ടോ. നല്ല മഴക്കാറുണ്ട് എന്തായാലും. അപ്പം ഞാൻ എൻ്റെ സൈക്കിള് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്, പാക്ക് ചെയ്തിട്ടുണ്ട്. റെയിൻ കോട്ട് എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്യണമെങ്കിൽ എന്ത് ഇടാലാന്ന് വെച്ചിട്ടാ. ഇപ്പം ഇട്ടിട്ട് പോകണില്ല. പിന്നെ ആകെ ഇപ്പോൾ കുറച്ച് പണിയുള്ളത് ഈ ഒരു ബാഗാണ്. ഈ ഒരു ബാഗ് കുറച്ച് ഷോക്കാണ്, കീറിയിരിക്കണേണ്. അപ്പോൾ എന്തായാലും വെച്ചാൽ നോക്കണം. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും ഫുഡ് കഴിച്ചത് രാവിലെ പോയി. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇനി എന്തായാലും മഴ ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോകണമെങ്കിൽ കാഴ്ചകൾ കാണാം. ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് ലേറ്റ് ആയിട്ടാണ്. കാരണം ഇപ്പോൾ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെയാണ് റോഡിൽ. പിന്നെ അതേപോലെ തന്നെ വെയിൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് കാരണം കുറച്ച് സ്വസ്ഥമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു കാലാവസ്ഥയാണ്. ഇപ്പം ഇങ്ങനൊരു കാലാവസ്ഥ നിൽക്കണമെങ്കിൽ കുഴപ്പമില്ല. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്യാതിരുന്നാലും മതിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ ഹൈവേ പോണ റൂട്ടാണ്. ഞാനിങ്ങനെ പോണ വഴിക്ക് പെട്ടെന്ന് ഓപ്പോസിറ്റ് സൈഡിലൊരു വണ്ടിയിൽ മറ്റേ ബീരങ്കി കൊണ്ടുപോകണ ഇത് കണ്ടേട്ടാ. അപ്പോൾ ഇവിടെ നിർത്തിയിട്ടേക്കണേ കേട്ടാ. ഒരു കിഡിലെ സാധനം തന്നെ ഉണ്ട്. ബീരങ്കിയാണ്, വലിയ ബീരങ്കി. ഇത് എനിക്ക് തോന്നുന്നു ആർമിയുടെ എന്തോണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇത് എന്താണ് ഡമ്മി വെക്കാനാണോ കൊണ്ടുപോകണമെന്ന് അറിയില്ല കേട്ടോ. കണ്ടിട്ട് ഒറിജിനലാണ് കണ്ടിട്ട്. പക്ഷേ ഇത് എന്താ സംഭവം എനിക്കറിയില്ല. കടയിലും കൊണ്ടുപോകണമെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഞാൻ ജസ്റ്റ് ഇത് കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമല്ലാന്ന് വെച്ചതാണ്. പിന്നെ നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആണ് പോകാനുള്ളത്. അപ്പോൾ ലുധിയാനയിലേക്ക് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പുറത്തെ ഒരു സ്കൂൾ എന്തുകൊണ്ട് കേട്ടോ. അപ്പം ഇന്ന് അവധിയാണെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ ഇല്ല സ്കൂള്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. വന്നോടിക്ക് രണ്ടുപേരെ കാണേട്ടാ. ഹായ് ഭയ്യ, आपका नाम? आपका? ഓക്കെ. നമ്മൾ ലുധിയാനയിലേക്ക് പോണ വഴിക്കാണ്ട് ഇവരെ കണ്ടത്. അതായത് ഈ ഒരു ഹൈവേ കൂടെ പോണ വഴിക്കാറന്ന് കണ്ടത്. അപ്പോൾ ഇവർ നമ്മളോട് പറഞ്ഞപ്പോൾ ചായ കുടിക്കാന്ന് പറഞ്ഞ് ചായയൊക്കെ മേടിച്ച് തന്നിട്ടാ. ഓക്കെ. कितना जाएगा? लुधियाना. ओ अच्छा, लुधियाना के प्रॉपर लुधियाना. अच्छा, आप ओके. आपको क्या बोलेगा मेरा सब्सक्राइबर? बड़े भाई नहीं, वो आपको क्या बोलेगा वो मेरा सब्सक्राइबर से? बढ़िया, जा रहे हो, घूम रहे हो, अच्छा लगा रहा है, मन को अच्छा लगा, यात्रा कर रहे हो तो लगा मन के चलो बाहरी बंदा कोई आया अपने साथ में बैठ के खाए पिए
पंजाब में आया घुमा फिरे कोई आए ചായ കുടിച്ചിട്ട് ഇറങ്ങട്ടാ ഭയ്യ താങ്ക് യു ഓക്കെ ഇപ്പൊ ആളുടെ ഓട്ടോ വേണ്ടത് അപ്കാ ഓട്ടോ ഗാഡി കാരണം ഇവരോട് എന്ത് സംസാരിക്കണമെന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല കാരണം ഇന്ത്യയൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടൂല ഞാൻ ചെറുതായിട്ടൊക്കെ പഠിച്ചു തന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ സൈക്കിൾ വിടുന്നുണ്ടോ അപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്ന് ഗുരുദ്വാര സാമനെ ഇവിടെ അടുത്തൊരു ഗുരുദ്വാര ഉണ്ട് അവിടെ ലസ്സി കിട്ടുമെന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ഇവിടുത്തെ ലസ്സി ഒന്ന് കുടിക്കാമെന്ന് വെച്ചിരിക്കുന്നതാണ് ആ ब्रिज के बगल में गुरुद्वारा है गुरुद्वारा ये सर्विस रोड जाएगा अच्छा 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 सामने ब्रिज हाँ वहाँ ब्रिज है ना हाँ हाँ वो गुरुद्वारा ओके ठीक है चाय लस्सी लस्सी पी के निकलिएगा ठीक है ना ओके आप जाएगा हाँ ओके ओके ठीक है थैंक यू ओके वेलकम ഓക്കെ അപ്പോൾ നമ്മൾ ഇവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാട്ടാ അപ്പോൾ ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ചായ കുടിച്ച് ഞാൻ എന്താ പറയുമ്പോൾ രാവിലെ ഞാൻ വെളുപ്പിനെയാണ് ഞാൻ ഫുഡ് കഴിച്ചത് ഒരു 7 മണി ഞാൻ കാരണം ആ സമയത്ത് കഴിക്കാൻ കാരണം അപ്പോൾ കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാലാന്ന് വെച്ചിട്ടായിരുന്നു അപ്പോഴേക്കാണ് മഴ കിട്ടിയത് അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും കഴിക്കാലാന്ന് വെച്ച് അപ്പോൾ ഗുരുദ്വാരയിൽ പോയിട്ട് കഴിക്കണം പിന്നെ ലസ്സിയും കൂടെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ലസ്സി കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാനിതുവരെ ഗുരുദ്വാരയിൽ അങ്ങനെ ലസ്സിയൊന്നും കൊടുക്കണം കണ്ടിട്ടില്ല ഓക്കെ അപ്പോൾ അങ്ങനെ കിട്ടുമെങ്കിലൊന്ന് അവിടുത്തെ ലസ്സി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ പുള്ളിയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം നമ്മൾ ആ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ സൈക്കിളിൻ്റെ എടുക്കണം പിന്നെ കാലാവസ്ഥ കുറച്ച് ഇതാണ് കേട്ടോ കാരണം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല കാറ്റുണ്ട് ചെറിയ രീതിയിലൊക്കെ ചെറിയ പൊടിയുണ്ട് മഴ ഇങ്ങനെ വന്നൊഴുക്കി ഈ ഒരു ഗുരുദ്വാരയിലാണ്ട് കയറി അപ്പോൾ ഇവിടെ വന്നിട്ട് ചായയും കുടിച്ച് 2 ചപ്പാത്തിയും കഴിച്ചിട്ടാ കാരണം വയറ് കുറച്ച് ഇതായിരുന്നു ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടായിരുന്നു രാവിലെ വെളുപ്പിനെ കഴിച്ചാണല്ലോ നമ്മള് പിന്നെ അത് കഴിച്ചിട്ടില്ല കാരണം അവിടുന്ന് നമ്മള് കുറച്ച് കഴിച്ചോളൂ 2 ചപ്പാത്തി തന്നെ കഴിച്ചോളൂ അപ്പൊ നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടാ അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അകത്ത് കയറിയത് അപ്പൊ ഇനി ഇവിടെ നിന്ന് നമ്മൾ അങ്ങാട് പോണം കാരണം ഇനിയിപ്പോ ഏകദേശം ഒരു ഉച്ച കഴിയുമ്പോൾ ലുധിയാന എത്തും കേട്ടാ ലുധിയാനയിലേക്ക് ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ഉള്ളൂ അപ്പൊ ആ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങിയടാ അവിടെ കഴിക്കാൻ ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ചായ കുടിച്ച് 2 ചപ്പാത്തി കഴിച്ചിട്ടാ വേറെ ഒന്നും കറി അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അത് ചെറിയൊരു ഗുരുദ്വാറാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയടാ ഇപ്പൊ ഏകദേശം ഹൈവേയിൽ വന്ന് പിന്നെ നമ്മൾ ലുധിയാനയിലേക്ക് പോണേണ്ടാ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൈക്കിളിനെ കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ട് പോണ വഴിക്ക് പിന്നെ നമ്മളിനി മേളിലേക്ക് കയറണല്ല പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയില്ലെങ്കിലാന്ന് വെച്ചിട്ട് അതൊക്കെ ചെയ്യാനുണ്ട് പിന്നെ അതേപോലെ തന്നെ വോയിസിന്റെ കുറച്ച് ഇഷ്യൂ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം കാരണം മൈക്കില്ലാത്തതിന്റെ പ്രോബ്ലം ആണ് അപ്പൊ അത് നിങ്ങളൊന്ന് പരിഗണിക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം ഇപ്പൊ കാലാവസ്ഥ കുഴപ്പമില്ല മഴയും കാര്യങ്ങളും രാവിലെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അങ്ങനെ ഇല്ല പക്ഷെ ഒരു മഴക്കാറുണ്ട് പിന്നെ അതേപോലെ തണുത്ത കാറ്റ് പഠിക്കണ്ടാ ലസ്സിയൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ ഞാനിതുവരെ അങ്ങനെ ആ ഗുരുദ്വാരയിൽ നിന്ന് അങ്ങനെ ആ ലസ്സിയൊന്നും കണ്ടിട്ടില്ല ഇതുവരെ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചാബിൽ വന്നപ്പോൾ നമ്മുടെ അമൃത്സറിൻ്റെ അവിടെ അടുത്തുനിന്ന് ഞാൻ കഴിച്ചായിരുന്നു അവിടെ കുറച്ച് സ്ഥലത്തുണ്ട് ലസ്സി കാരണം അവിടുത്തെ അത്യാവശ്യം ഫേമസ് ലസ്സിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുടിച്ചായിരുന്നു കൊള്ളാറുണ്ട് സാധനം കൊള്ളാം ഇവിടുത്തെ ഒരു ഫേമസ് സാധനമാണ് അപ്പോൾ എല്ലാവരും വന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതും ഇവിടെ അത്യാവശ്യം ഫേമസ് ആണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത് കഴിച്ചാൽ കാരണം ഇപ്രാവശ്യം നമ്മൾ അമൃത്സറിലേക്ക് പോകണില്ല കാരണം അമൃത്സറിൽ നമ്മൾ അത്യാവശ്യം കണ്ടതാണ് ഇപ്പോൾ ഗോൾഡൻ ടെമ്പിൾ ആയാലും വാഗാ ബോർഡർ ആണെങ്കിലും അതൊക്കെ എല്ലാം നമ്മൾ കവർ ചെയ്തതാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോകണില്ല നേരെ സ്ട്രെയിറ്റ് ജമ്മു പിടിക്കാനാണ് പ്ലാൻ അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാം ഇതാണ് നമുക്ക് പോകാനുള്ള റൂട്ട് നേരെ നമ്മൾ ചെല്ലണത് ഇങ്ങാടേക്കാണ് അതായത് ഇത് കന്യാകുമാരി ജമ്മു ഹൈവേ ഉണ്ടോ ഈ ഒരു റൂട്ട് നമ്മൾ സ്ട്രെയിറ്റ് പോകണം നേരെ ജമ്മു അങ്ങാടേക്കാണ് പോകണം പത്താൻകോട്ട് അവിടെ നിന്ന് ജമ്മു അങ്ങനെയാണ് പോകണം നമ്മൾ അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം പോലീസ് ചെക്കിങ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ വണ്ടിയൊക്കെ പിടിക്കാണ്ട് ഇവന്മാര് നമ്മളങ്ങനെ ലുധിയാനയിൽ എത്തിയട്ടാ ഇതാണ് ലുധിയാന ഇനി കുറച്ചും കൂടെ പോകുമ്പോ ലുധിയാന സിറ്റി എത്തും ഇവിടെയൊക്കെ നോക്കിയേ ഫുള്ള് വെള്ളം പൊങ്ങിയേക്കണേ ഇന്നലത്തെ ആ ഒരു മഴയിലാണ് ഞാൻ പരമാവധി താഴത്തൂടെ എടുക്കാതെ നോക്കണേണ് കാരണം താഴത്തൂടെ എടുത്തു കഴിഞ്ഞാൽ പണിയാണ് ഫുള്ള് പല സ്ഥലങ്ങളിലും വെള്ളം നിറഞ്ഞു കിടക്കണേ അപ്പൊ അത് കാരണം കുറച്ച് പണിയാണ് അപ്പൊ അതന്നെ മാക്സിമം ബ്രിഡ്ജിന്റെ മേലിൽ കൂടെ എടുക്കണം
ഇഷ്ടംമാതിരി സൈക്കിളിന്റെയൊക്കെ മാനുഫാക്ചറിങ്ങും പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പൊ ടയർ ആയിക്കോട്ടെ എല്ലാത്തിന്റെ ഒരു ഏരിയ ഉണ്ടോ ലുധിയാന എന്ന് പറഞ്ഞ സ്ഥലം. അത്യാവശ്യം ഇൻഡസ്ട്രിയൽ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഹീറോ സൈക്കിളില്ലേ, ഹീറോയുടെ കമ്പനിയുടെ ഇതാണ്ട് ഈ കാണുന്നതൊക്കെ. ഇതും ഇപ്പുറത്തെയും ആ ഒരറ്റത്തേക്ക് കാണുന്നേക്ക ഹീറോയുടെ ഉണ്ടാ ഫുള്ള് സൈക്കിളിൻ്റെ ഏരിയ ആണ് ഇത് മൊത്തം. ഇവിടെയാണ് സൈക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ ഏരിയ ഉണ്ട് ഫുള്ള്. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോയിട്ട് അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സർവീസ് റോഡ് എടുത്തേക്കട്ടെ. വലിയ കമ്പനിയാണ് ഹീറോയുടെ. ഇത് മെയിനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ. ഇവിടെ അത്യാവശ്യം കുറേ സൈക്കിളിൻ്റെ ആയാലും എല്ലാ സാധനങ്ങളും അത്യാവശ്യം കിട്ടുന്ന ഏരിയ കേട്ടോ ലുധിയാന എന്ന് പറയണത്. ഒരു വലിയ മാർക്കറ്റ് തന്നെ ഉണ്ട് ഇവിടെ. ഫുള്ള് വെള്ളം നിറഞ്ഞ കിടക്കണ കേട്ടോ. കാരണം നമുക്ക് ഇപ്പുറത്തെ വഴി കൂടെ പോകാൻ വേണ്ടിയാണെന്ന് വെച്ചാൽ കാരണം ഇവിടെ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇപ്പുറത്തെ റൂട്ട് എടുത്തത്, മെയിൻ ഹൈവേ വഴി എടുത്ത്. കാരണം ഇവിടെയും പണിയാണ്, പക്ഷേ ഇവിടെ അത്ര ഇല്ല കേട്ടോ. അവിടെയാണ് ഫുള്ള് നിറഞ്ഞ കിടക്കണേ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കയറിയിട്ട് നമുക്ക് അങ്ങാട് കട്ട് ചെയ്തെടുക്കാമല്ലാന്ന് വിചാരിച്ചു. ആ പാലം കയറി ഇറങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാട്ടോ ഒന്ന് പോയി. പിന്നെ വഴിക്ക് വീണ്ടും ഒരു നല്ലൊരു മഴ പെയ്തട്ടാ. അപ്പൊ റെയിൻ കോട്ടൊക്കെ ഇട്ട് ഞാൻ സെറ്റ് ആയിട്ട് ഇരിക്കണേന്. അപ്പൊ ഇപ്പൊ മഴ പോയി. ഇപ്പൊ മഴ ചെറിയൊരു പൊടിയുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ ലുധിയാനയിലെത്തി. ലുധിയാനയുടെ ആ ഒരു ചെറിയൊരു പാർട്ടാണ് ഇപ്പൊ അവിടെ കയറിയേക്കണേ. അപ്പൊ ലുധിയാന സിറ്റിയിലെ കുറച്ച് അങ്ങാട് പോകണം. നമുക്ക് ആരോടും ചോദിച്ചു നോക്കാം ഇവിടെ എവിടെയിട്ടാണ് ടയറും കാര്യങ്ങളൊക്കെ കൊടുക്കണ കട. പിന്നെ അതേപോലെ തന്നെ സൈക്കിൾ ഷോപ്പ് ഏതാണ്. അല്ല ടയർ മാത്രമായിട്ട് വിൽക്കണ മറ്റേ ഹോൾസെയിൽ കടകളുണ്ട് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാറ്റിയായിരുന്നു. അത് എവിടെയിട്ടാണ് ഞാൻ ഓർക്കാനുള്ള. അപ്പൊ എന്തായാലും ജസ്റ്റ് ആരോടെങ്കിലൊക്കെ ചോദിച്ചു നോക്കാം. അപ്പൊ ഇതാണ്ട് ഇപ്പൊ ഇവിടെ ഞാൻ നിക്കണത്. പിന്നെ നമുക്കൊന്ന് അങ്ങാടാ പോകണ്ട. അവിടെ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ജലന്ധർ അതേപോലെ അമൃത്സർ പത്താൻകോട്ട് അങ്ങാടേക്ക് പോകാനുള്ള റൂട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് നേരെ ആ കാറ് പോണ അവിടെ നിന്ന് നേരെ ഹൈവേ വരണം. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അന്വേഷിക്ക് ഒരാളെ കണ്ടുപിടിച്ച. ഹായ് ബ്രോ, आपका नाम क्या है? अजय. अजय. अजय, ഓക്കെ. അപ്പൊ ആളിവിടെ ആ ലുധിയാന സേ ഓക്കെ. ലുധിയാനയുള്ള ആളാട്ടോ. അപ്പൊ നമ്മള് പുള്ളിനോട് ചോദിച്ചതാണ് ഇനി എവിടെയാണ് ടയർ കട കാര്യങ്ങൾ. അപ്പൊ പുള്ളിയോടെ വന്ന് നേരെ പോയിട്ട് തിരിച്ചു വന്നാ. അപ്പൊ ആള് വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷം കേട്ടോ നമ്മുടെ യാത്രയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ. ഓക്കെ. നമ്മളിപ്പോ ടയറ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൈക്കിളിന്റെ സാധനങ്ങൾ കുറച്ച് നോക്കാനുണ്ട് കേട്ടോ. അപ്പൊ പന്നയ്ക്ക് മേടിക്കും എങ്ങനെ നോക്കിട്ടെ. അപ്പൊ പുള്ളി കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ ആളുടെ പോണേണ്. ഓക്കെ ജായ ഇപ്പൊ മഞ്ഞേട്ടാ കാണിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുപോണേണ്. ഇവിടെ അത്യാവശ്യം കടകള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ അല്ല, കുറച്ച് അങ്ങാട് പോകുമ്പോ ഇതൊരു മാർക്കറ്റാന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു റൂട്ട് വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ അവിടെ വെച്ചാണ് മറ്റേ അന്ന് മലയാളികളെ കണ്ടുകൂട്ടിയാട്ടെ ഒരു ഫാമിലീനാ. ഓക്കെ. പുള്ളി ഇങ്ങാടാണ്ട പോണം. നമ്മള് നേരെ അങ്ങാട് പോയിട്ട് അവിടെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ ജമ്മുവിലേക്ക് പോകാൻ നമുക്ക് ഈ ഒരു റൂട്ട് പോയി കഴിഞ്ഞാൽ ഹൈവേ കിട്ടും. അപ്പൊ ആള് പോണേ. ഓക്കെ ബൈ. ഗുരുദ്വാര അച്ഛാ. ഓക്കെ ഓക്കെ ടീക്ക്. ഒരു സ്ഥലത്തേക്ക് പോയിരുന്നോ. അപ്പൊ അവിടെ ചെന്നപ്പോ നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തു. അപ്പൊ ഞാൻ ഒരു കടയിൽ ചോദിച്ചു നോക്കി. അപ്പൊ അവരത് ചെയ്യണമെന്ന് അവര് പറഞ്ഞു. ഈ ഒരു സൈക്കിൾ കാണിച്ചപ്പോൾ ചെയ്യൂലെന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ജസ്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങ് പോകാമെന്ന് വെച്ചേ. ഇവിടെ റേറ്റ് കുറവാന്ന് കേട്ടോ, അറിയില്ല, ഒന്ന് ചോദിച്ചു നോക്കണം. പിന്നെ വന്നോയ്ക്ക് നല്ല മഴയായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഇവിടെ കയറിയിരിക്കണേ. ഈ ഒരു ഇപ്പൊ ചെറിയൊരു മഴ ഉണ്ട് കേട്ടോ, പൊടിമഴയുണ്ട്. അവിടെ ഭയങ്കര തിരക്കാണ്. കാരണം അവിടെ ഒരു ജംഗ്ഷനാണ്. അപ്പൊ അവിടുന്ന് വന്ന വണ്ടിയും ഇവിടുന്ന് വന്ന വണ്ടിയും അങ്ങാടെ എല്ലാം കൂടെ പോയിട്ട് ഭയങ്കര തിക്കും തിരക്കാർന്ന്. അപ്പോൾ ഒരു കണക്കിനാണ് ഇവിടെ വന്നത്. നേരെ ചെല്ലണത് ജമ്മുവിലേക്ക് പോണ റൂട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് പോണ വഴിക്ക് എവിടെന്നെങ്കിലും ഒരു കട നോക്കാം. അപ്പൊ ആരോടിലൊക്കെ ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് പോണ വഴിക്ക് എവിടെന്നെങ്കിലൊക്കെ സർവീസ് ചെയ്യാമെന്ന് വെച്ച്. കാരണം ഇവിടെ ഭയങ്കര മഴയും കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും പോണ വഴിക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. കാരണം ഇപ്പൊ മഴ കുറവുണ്ട്. എന്തായാലും റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആകെയുള്ള പേടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാഗില്ലേ, ഈ ഒരു ബാഗിന്റെ കാര്യത്തിൽ ഇതിലാണ് ഞാൻ പവർ ബാഗ് അങ്ങനെ ഓരോ സാധനങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ കീറിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ വെള്ളവും കയറണുണ്ട് കേട്ടാ. അപ്പൊ ഇതൊരു കണക്കിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ ബാക്കിൽ വെച്ചിട്ടെ ബാക്കിൽ ആ ഇത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സേഫ് ആക്കി വെക്കണം. അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. നമ്മളിപ്പോ ജലന്ധർ പോണ റൂട്ടിൽ ഒരാളെ കണ്ടുകൂട്ടിയാട്ടാ. आपका नाम क्या है? मेरा नाम सुरेंद्र कुमार है. अच्छा, कैसे हो? बहुत बढ़िया यार. अपने भाई से मिल गया, बड़ा खुशी हुई. ഓക്കെ ഓക്കെ. അത് ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത റൈഡാണ്. അതും നമ്മുടെ ഹെർക്കുലീസിനാണ് സ്റ്റാർട്ട് ചെയ്തത്. भैया किधर जाएगा आप?
बवाना दरियापुर के पास दिल्ली में। अच्छा इधर किधर जाए उधर? अभी माता वैष्णो देवी यात्रा पे जा रहा हूँ। मतलब जम्मू हाँ जम्मू। ജമ്മു അച്ഛാ ആള് ഒരു ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്രയാണ് നേരെ ജമ്മുവില് വൈഷ്ണോ ദേവി ടെമ്പിളിലേക്കാണ് അപ്പൊ ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യ ഏകദേശം കുതിരാദിൻ अभी 3 दिन हो गए मेरे को आए हुए। आज तीसरा दिन है, आज रुकूंगा मैं जालंधर माता देवी तला के मंदिर। ഓക്കെ ഓക്കെ ആളൊരു യാത്രയിലാണ് അപ്പൊ കവിയാണ് തീർത്ഥാടനം ആപ്ക- പോലത്തെ യാത്രയിലാണ് അപ്പൊ പുള്ളി നേരെ അങ്ങോട്ട് പോണേന്ന് പറഞ്ഞ ജമ്മുവിലേക്ക് പോണേന്ന് പറഞ്ഞ അപ്പൊ ഓക്കെ कभी आपका जाना हो ना जलंधर तो हाँ। माता देवी तला का मंदिर जरूर देखना। ഓക്കെ 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 हाँ। ഹാപ്പി ജേണി बहुत सुंदर है। ഓക്കെ അപ്പൊ നമ്മൾ സൈക്കിളിൽ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഏകദേശം ഇന്ന് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് ലുധിയാനന്ന് വന്ന വഴിക്ക് രണ്ടു മൂന്ന് സ്ഥലത്ത് കയറി നമ്മള് സൈക്കിളില പക്ഷേ എവിടെയും നമുക്ക് ടയറിന്റെ കിട്ടില്ല ടയറിന് ഉള്ളതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാറിയ സ്ഥലം എവിടെയെന്ന് ഞാൻ മറന്നുപോയി അപ്പൊ പോണ വഴിക്കൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത് അതായത് ജലന്ധർ അങ്ങനെ ഒരു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്നാ പറഞ്ഞ അപ്പൊ പോണ വഴിക്ക് എന്തായാലും മാറാലാന്ന് വിചാരിച്ചു അപ്പൊ അത് നമ്മുടെ സൈക്കിളിലുണ്ട് ഓക്കെ വയ്യ ടീക്ക് എന്താണ് അമ്പലങ്ങൾ കവർ ചെയ്യാനുള്ള എന്തോ തീർത്ഥാടന യാത്രയാണ് അപ്പൊ പുള്ളി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല കാര്യം പുള്ളിയുടെ യാത്രയായിട്ട് പുള്ളി മുന്നോട്ട് പോകുന്നത് നല്ല കാര്യം ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അതേപോലെ നമ്മളെ യാത്രയായിട്ട് നമ്മളും പോണേന് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇല്ലായിരുന്നു കാരണം പല സ്ഥലത്തും വെള്ളം പൊങ്ങി ആകെ ഇടങ്ങിയിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ മഴയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു മഴ പിന്നെ രാവിലെ വെളുപ്പിന് എണീച്ചപ്പോഴും നല്ല മഴയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങിയ ടൈമിലൊക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു സൈക്കിളിലെ ഫ്രണ്ട് ടയർ കുഴപ്പമില്ല ഇതുവരെ മാറേണ്ടതെന്ന് വിചാരിച്ചിരിക്കുന്നത് കാരണം ഒന്നല്ലെങ്കിൽ ബാക്ക് ടയർ എടുത്തിട്ട് ഫ്രണ്ടിൽ ഇട്ടിട്ട് ബാക്കിൽ പുതിയ ടയർ ഇടാലാന്ന് വെച്ച് പുതിയ ടയറും ട്യൂബും കാരണം ബാക്കിലെ ടയറും ഫ്രണ്ടിലെ ടയറിൻ്റെ ട്യൂബ് ആകെ കുറേ തവണ ഞാൻ പഞ്ചർ ഒട്ടിക്കാൻ മാറ്റുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ വേറൊരു പുതിയ ട്യൂബ് ഇരിപ്പുണ്ട് നമ്മുടെ സ്പെയർ ഇരിപ്പുണ്ട് പിന്നെ അതല്ലാണ്ട് ഒരു ട്യൂബ് കൂടെ മേടിച്ചിടാലാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ സൈക്കിളിൽ പെറ്റിൻ്റെ അവിടെ ഒന്ന് എന്തോ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കണം പിന്നെ നമ്മുടെ പഞ്ചർ കിറ്റ് കുറച്ച് സാധനങ്ങൾ മേടിക്കാം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാവുള്ളൂ അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ പോകണമെങ്കിൽ നമുക്ക് മേടിക്കാം ഇപ്പം മഴയും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എന്തായാലും ഇവിടുന്ന് പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം പോണ വഴിക്ക് കാണുന്ന കാഴ്ച കേട്ടോ ഇത് അടിപൊളി കാഴ്ചയാണ് അപ്പുറത്ത് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെയാണ് കേട്ടോ പിന്നെ നല്ല മഴക്കാറുണ്ട് കാരണം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു പൊടിമഴയുണ്ട് കാരണം നമുക്കിനി പോണ വഴിക്ക് എവിടെയെങ്കിലും സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കണം മിക്കവാറും ഒന്നല്ലേ പമ്പായിരിക്കും അല്ലെങ്കിൽ ഗുരുദ്വാര കിട്ടണമെങ്കിൽ അവിടെ നോക്കാലാന്ന് വെച്ചിരിക്കണേ കഴിഞ്ഞ പ്രാവശ്യം നമ്മ വന്ന വഴി തന്നെയാണ് ഇത് ജലന്ധറിലേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 20 കിലോമീറ്റർ എന്തോ ഉണ്ടെന്നത് 10-20 കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് നമ്മളിപ്പോൾ നേരെ അങ്ങാടേക്കാണ് പോണത് അപ്പോൾ എന്തായാലും പോണെങ്കിൽ കാഴ്ചകളൊക്കെ കാണാം വന്ന വഴിക്ക് ഒരു കടയെ കണ്ടിട്ട് അവിടെ നിർത്തിയേക്കണം കാരണം ഒരു ലസ്സി കുടിക്കാമല്ലാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ ലസ്സി അങ്ങനെ ഒരു പ്രാവശ്യം കുടിച്ചു പക്ഷെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കൊള്ളാമെന്നിട്ട് നല്ല ലസ്സിയായിരുന്നു പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് ലസ്സി നമ്മുടെ അമൃത്സറിൻ്റെ അവിടെയാണ് ലസ്സി അടിപൊളി അപ്പോൾ അവിടുന്ന് ഞാൻ കുടിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അത്രയും വന്നിട്ടുണ്ടാകുന്നില്ല മറ്റേത് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കാം കാരണം എനിക്ക് കുടിക്കാനുള്ള ഒരു കൊതി കൊണ്ട് ഞാൻ കുടിക്കണം അപ്പോൾ നമ്മുടെ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കടയിലാണ് വന്നേക്കണം അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുണ്ടായിക്കൊണ്ടിരിക്കണേ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം പൊങ്ങിയിരിക്കാണ്ട് ഈ റൂട്ടൊക്കെ ഫുള്ള് സർവീസ് റോഡൊക്കെ അത്യാവശ്യം വെള്ളം പൊങ്ങിയിരിക്കുന്നത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ടാ ഞാൻ ലസ്സി ഓർഡർ ചെയ്തിട്ട് ലസ്സി വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കി പക്ഷെ വലിയ ഇതൊന്നുമില്ല വലിയ ക്വാളിറ്റി ഇല്ലാത്ത ലസ്സിയായി പോയി വേറെ ഒരുമാതിരി പാലും വെള്ളം ഇതാക്കി പാലല്ല തൈര് ഇതാക്കിയ പോലെ ഉണ്ട് കാരണം ശരിക്കും ലസ്സി നമ്മൾ കുടിച്ച ടൈമിൽ നമുക്ക് നല്ല അടിപൊളിയായിരുന്നു പക്ഷെ ഇത് കുടിച്ചിട്ട് വലിയ ഇതൊന്നുമില്ല നല്ല ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ശോകം ലസ്സിയായി പോയി ഒരാളും പരിചയപ്പെട്ട ആളിവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് ആപ്കാ ഷോപ്പേ ആളുടെ കടയിൽ നിന്നാണ് പറയണത് അപ്പോൾ ഇവിടെ വന്നാണ് നമ്മൾ ലസ്സി കുടിച്ചത് പക്ഷേ ഇത് കുടിച്ചിട്ട് എനിക്ക് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവർ രണ്ടാമത് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ദൂസര അച്ഛാ ക്യാ അച്ഛാ ആള് പറഞ്ഞ പേരെന്താണ് ഇവിടുത്തെ ഡിസ്ട്രിക്റ്റിന്റെ പേരാ പറഞ്ഞ ഈ നാം ക്യാ ഫ്ലോർ അതിന്റെ പേരാ പറഞ്ഞ അപ്പൊ ലസ്സിയുടെ ഇത് പുള്ളി വേറെ ചേഞ്ച് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ എങ്ങനെയായിരുന്നു അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നത്
പുള്ളി എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. കാരണം ഇവിടുത്തെ ലസ്സി ഭയങ്കര ഫേമസ് ആണ് പഞ്ചാബിൽ. അത്യാവശ്യം പല സ്ഥലത്തും ഞാൻ ആകെ നല്ല കുടിച്ചു വന്ന് അമൃത്സറിൻ്റെ അവിടെ നിന്ന് കുടിച്ചു, പിന്നെ നമ്മുടെ വന്നോയ്ക്ക് ഒരു കടയിൽ നിന്ന് കുടിച്ചായിരുന്നു. പക്ഷേ അവിടെയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളി സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ലസ്സി രണ്ടാമത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കുടിച്ച് നോക്കി. അപ്പോൾ കുടിച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. നാം ക്യാ ആപ്കാ? ഹർഷിൻ. ഓക്കെ. ഒരു ആദ്യം ഉണ്ടാക്കി കൊണ്ടുവന്ന ഭയങ്കര ഷോക്ക് പറഞ്ഞു. ഇപ്പോൾ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. അപ്പോൾ മറ്റേവിടെ നിന്ന് ഞാൻ കുടിച്ചത് പിന്നെയും കൊള്ളാമെന്ന് കേട്ടോ. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ ഇതൊന്നുമില്ല കേട്ടോ, അങ്ങനെ പറയാം. കുറച്ചും കൂടെ നന്നാണ്ട്, കാരണം മറ്റേ നേരത്തെ കൊണ്ടുതന്നെക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൊള്ളാമെന്നുണ്ട്. അല്ലാണ്ട് വലിയ തിക്നെസ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ലസ്സിയെ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടാ. ഇപ്പോൾ ചെറുതായിട്ടൊരു പൊടിമഴയുണ്ട്. എന്നാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം, ഇനി നേരെ മുന്നോട്ട് പോവാം. ഏകദേശം ഇരുട്ടി തുടങ്ങിയേട്ടാ. 5-5:30 ഇപ്പോൾ ഏകദേശം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റേക്ക് വേണ്ടി ഒരു സ്ഥലം നോക്കണമെന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പായിരിക്കും, അല്ലെങ്കിൽ ഗുരുദ്വാര. അപ്പോൾ എനിക്ക് ഗുരുദ്വാര ഉണ്ടെന്നാണ് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു ഗുരുദ്വാറിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമുക്കിന്ന് സ്റ്റേ കിട്ടിയേക്കണം. അപ്പോൾ അവർ നമുക്കിവിടെ കിടക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടാണ്. അപ്പോൾ എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ ബെഡും തലങ്ങണിയൊക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവർ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളായിരുന്നു. ഫുഡ് ഇവർ പുറത്തുനിന്നാണ് മേടിച്ചത്, കാരണം ഒരു ചെറിയൊരു ഗുരുദ്വാറാണ്. ഇവിടെ ഫുഡ് കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ അധികം ആൾക്കാർ വരുന്നത് കുറവാണ്. അപ്പോൾ അത് കാരണം ഒരു പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ചെന്ന് കിടക്കാനുള്ള സൗകര്യങ്ങൾ സെറ്റ് ചെയ്ത് തന്നിട്ടാണ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഇന്ന് കുളിച്ച് ഈ ഡ്രസ്സ് തന്നെ ഇട്ടാൽ, കാരണം ഇന്ന് ഭയങ്കര മഴയാണ്. അപ്പോൾ എന്തായാലും മാറ്റമുള്ള, അല്ലെങ്കിൽ പിന്നെ ഉണങ്ങില്ല, അത് കാരണം അലക്കാനാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ കിടക്കാൻ പോകണേണ്. അപ്പോൾ നാളെ രാവിലെ വേണം, കാരണം ഇവർ ഇവിടെ കിടന്നു പിന്നെ ഒച്ച എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ എണീക്കണ്ടല്ലാന്ന് വെച്ചിട്ടായിരുന്നു. 2 പേരുള്ളൂ, അപ്പുറത്ത് അവർ കിടക്കണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഇട്ട് നാളെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഉണ്ട്, എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം എന്തെങ്കിലും കുഴപ്പങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും നെഗറ്റീവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്കില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വോയിസ് ക്ലിയർ ആണല്ലെന്ന് എനിക്കറിയാം, അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.